ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കോടതി വിധികളുമായി ബന്ധപ്പെട്ട 3 വാർത്തകളാണ് ഇന്ന് ഈവനിംഗ് ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് എൻ വിജയൻ്റെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വയനാട് കൽപ്പറ്റ കോടതി പരിഗണിക്കുന്നത്. 2, പാറശാലയിലെ ഷാരോൺ വധക്കേസിലെ വിധി, അത് തിങ്കളാഴ്ച വിധി പ്രഖ്യാപിക്കുന്നു. 3, ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്കുള്ള ശിക്ഷാ വിധിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഈ വാർത്തകളാണ് ഇന്ന് ഈവനിംഗ് ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യം NM വിജയൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. വയനാട് DCC ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി 4 മണിക്കാണ്. IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിലാണ് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിർണായക തീരുമാനം ഇന്നുണ്ടാകുക. ശക്തരായ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ജാമ്യം നൽകരുതുമെന്നുമാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അനൂപ്, ഈ വാർത്ത ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് അടക്കം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം. അനൂപാണ് വയനാട്ടിൽ നിന്ന് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. NM വിജയൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ, കോൺഗ്രസ്സുകാർ നടത്തിയ ഇടപെടലുകൾ, 2 കോടി 10 ലക്ഷം രൂപ ബാധ്യതയായ NM വിജയൻ മകനെ കൂടി കൊലപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ആരൊക്കെയാണ് ഈ ആത്മഹത്യക്ക് ഉത്തരവാദികളെന്ന് എഴുതി വെക്കുകയും ചെയ്തു. അതിൽ 1ാം സ്ഥാനത്തുള്ളത് MLA കൂടിയ സുൽത്താൻ ബത്തേരി MLA കൂടിയ IC ബാലകൃഷ്ണനാണ്. ഒപ്പം തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചനാണ്. ട്രഷറർ KK ഗോപിനാഥനുമാണ്. 3 പേരും വയനാട് ജില്ലയിലെ പ്രബലരായ കോൺഗ്രസ്സുകാരാണ്. ഇതിലെ ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത, ഈ കേസിൽ പരാതിക്കാർ എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസ് പ്രവർത്തകരാണ്. പലരിൽ നിന്നും പണം വാങ്ങിയ ശേഷം തൊഴിൽ നൽകാമെന്ന്, ബത്തേരി അർബൻ സഹകരണ ബാങ്കിലടക്കം വിവിധ സഹകരണ ബാങ്കുകൾ ജോലി നൽകാമെന്ന് ആവശ്യപ്പെട്ടാണ് NM വിജയനെ ഇടനിലക്കാരനാക്കി ഇവരെല്ലാം പണം വാങ്ങുകയും ചെയ്തത്. പണം നൽകിയവർക്ക് പണം നഷ്ടപ്പെടുകയും ജോലി കിട്ടാത്ത വരുന്ന സാഹചര്യത്തിൽ അവരെല്ലാം NM വിജയനെതിരെ തിരിയുകയും NM വിജയൻ ഗത്യന്തരമില്ലാതെ ആത്മഹത്യയിലേക്ക് പോവുകയുമായിരുന്നു. പല ഘട്ടങ്ങളിൽ NM വിജയൻ കോൺഗ്രസ് നേതൃത്വത്തെ അടക്കം, KPCC പ്രസിഡന്റിനെ അടക്കം, VD സതീശനെ അടക്കം ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവരെല്ലാം NM വിജയൻ്റെ അപേക്ഷ ചെവിക്കൊണ്ടില്ല. ആ വന്ധ്യവയോധികൻ, 50 വർഷക്കാലം കോൺഗ്രസിന് വേണ്ടി ജീവിച്ച ആ വന്ധ്യവയോധികൻ മകനോടൊപ്പം ജീവിതം ഒടുക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വേണം ഇന്നത്തെ ഈ ജാമ്യാപേക്ഷയെ കൂടി കണക്കിലെടുക്കേണ്ടത്. ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്ന ആത്മഹത്യാ പ്രേരണ തന്നെയാണ്. അതിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ. അനൂപ് പുറത്തു കൊണ്ടുവന്ന ആ വാർത്തയാണ് ഇന്ന് കേരളം ആകെ ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ യഥാർത്ഥ മുഖമെന്ത്? ഇത്തരത്തിൽ നിയമന കോഴകൾ, അഴിമതി എല്ലാം നടത്തുന്ന പാർട്ടി സ്വന്തം പാർട്ടിയുടെ നേതാക്കളെ പോലും സംരക്ഷിക്കുന്നില്ല. സ്വന്തം പാർട്ടി പ്രവർത്തകരെ പോലും വഞ്ചിക്കുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി അധപ്പതിച്ച ഒരു ചിത്രം കൂടി ഈ വാർത്തയ്ക്ക്, അങ്ങനെ ഒരു മാനം കൂടി ഈ വാർത്തയ്ക്കുണ്ട്. എപ്പോഴാണ് ജാമ്യാപേക്ഷ? 4 മണിക്ക് തന്നെ ഉണ്ടാകും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി? കൃത്യം 4 മണിക്ക് തന്നെ വിധി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ കേസ് ആദ്യം എടുത്തെങ്കിലും വിധി പറയാൻ വേണ്ടി ഇന്ന് 4 മണിക്കത്തേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും പ്രോസിക്യൂഷൻ സമർപ്പിച്ച മറ്റ് വിശദാംശങ്ങളുണ്ട്. അതായത് ഈ വാദവേളയിൽ പ്രോസിക്യൂഷൻ വാദത്തിനിടെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ചില ചീറ്റ് രേഖകളും അതുപോലെ തന്നെ ഡയറി കുറിപ്പുകളും മറ്റുമുണ്ട്. അതിൽ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയാണ് പ്രധാനമായും കോടതി നടത്തിയത്. കോടതി പ്രോസിക്യൂഷൻ വാദത്തിനിടെ അത്തരം ഡീറ്റെയിൽ രേഖകളുണ്ടെങ്കിൽ കോടതിക്ക് മുമ്പാകെ വെക്കൂ എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും പ്രോസിക്യൂഷൻ അത്തരം രേഖകൾ കൂടി പിന്നീട് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിനും അതോടൊപ്പം തന്നെ 1000 പേജുള്ള കേസിന് പിന്നാലെ അത്തരം ചില ഡോക്യുമെന്റുകൾ കൂടി കോടതിക്ക് മുമ്പാകെ വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ വേണം. പ്രതികൾ പ്രബലരാണ്. അവർ ആ കേസുകൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്, പരാതികൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പല സാക്ഷിമൊഴികളും അതോടൊപ്പം തന്നെ വെളിപ്പെടുത്തലുകളും എല്ലാം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശരി, അനൂപ് കോടതി മുറിക്കുള്ളിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും റിപ്പോർട്ട് ചെയ്യുന്നതിലും ചില തടസ്സങ്ങളുണ്ട്. പക്ഷേ ഈവനിംഗ് ഡിബേറ്റിൽ ഈ വിഷയം തന്നെയാണ് പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം എത്രത്തോളം വികൃതമായി എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നു NM വിജയൻ്റെ ആത്മഹത്യ. NM വിജയനും മകനും ആത്മഹത്യയിലേക്ക് പോയത്, അതിനിടയാക്കിയത് IC ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരടങ്ങുന്ന വയനാട് ജില്ലയിലെ പ്രബല കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലുകൾ. അതിൽ ഇവർ പറഞ്ഞതനുസരിച്ചാണ് പലർക്കും ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് പലരിൽ നിന്നും പണം വാങ്ങുക. അതിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. അവരിൽ നിന്ന് പണം വാങ്ങുകയും
എന്നാൽ ജോലി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പണം നൽകിയവരൊക്കെ എൻ.എം. വിജയൻ്റെ വീട്ടിലടക്കം ചെന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. പല ഘട്ടങ്ങളിൽ എൻ.എം. വിജയൻ IC ബാലകൃഷ്ണനോടും ND അപ്പച്ചനോടും KK ഗോപിനാഥനോടുമൊക്കെ ഈ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും 2,10,00,000 രൂപ സ്വന്തം വീട് വരെ പണയപ്പെടുത്തി മറ്റു ചില ബാങ്കുകളിൽ നിന്ന് അടക്കം വായ്പ എടുത്ത് 35 ലക്ഷം രൂപ അടക്കം വായ്പ എടുത്തും പണം തിരികെ നൽകി. പക്ഷേ അതൊന്നും എല്ലാവരുടെയും പണം വീട്ടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് എൻ.എം. വിജയൻ ഒടുവിൽ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇതിലേറ്റവും ഗുരുതരമായ വശം എന്ന് പറയുന്നത്, ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. M. ജയചന്ദ്രൻ, 4 മണിയാണ് ഒരു IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA-യുടെ വിധി എന്താകുമെന്ന് അറിയാനുള്ള സമയം. IC ബാലകൃഷ്ണൻ എൻ.എം. വിജയൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച ആ MLA, അതോടൊപ്പം തന്നെ വയനാട് DCCയുടെ പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്ന് പറയുന്ന ട്രഷറർ, വയനാട് ജില്ലയിലെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിൻ്റെ 50 വർഷക്കാലം ഒരു പാർട്ടിയുടെ എല്ലാമായി നിന്ന എൻ.എം. വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. അദ്ദേഹത്തെയും മകനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് എൻ.എം. വിജയനെയും മകനെയും. കഴിഞ്ഞ ദിവസം കോടതിയിൽ തന്നെ IC ബാലകൃഷ്ണൻ പറഞ്ഞത് ആ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ സംശയമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ VD സതീശൻ പറയുന്നു K. സുധാകരൻ പറയുന്ന അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമെന്ന്. ഒരേ സമയം തന്നെ മരിക്കുന്നതിന് മുൻപ് വേട്ടയാടി എൻ.എം. വിജയനെയും കുടുംബത്തെയും, മരിച്ചതിന് ശേഷവും ആ കുടുംബത്തെ വേട്ടയാടുകയാണ്. ഇന്ന് ഒരു മുൻകൂർ ജാമ്യം തള്ളണം, ജാമ്യം കിട്ടരുത് എന്നുള്ള ആഗ്രഹം ഒരുപക്ഷെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. ജാമ്യം കിട്ടരുത്, IC ബാലകൃഷ്ണനും കൂട്ടുപ്രതികൾക്കും ഈ കേസിൽ ജാമ്യം കിട്ടരുത് എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് കേരള സമൂഹം മുഴുവനും. അതില് കോൺഗ്രസ് എന്നോ CPIM എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെന്നോ യാതൊരു വ്യത്യാസവും എല്ലാവരും ആഗ്രഹിക്കുന്നത് കൃത്യമായും ആ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്. മുൻകൂർ ജാമ്യം ഏതടിസ്ഥാനത്തിലാണ് സുജു ഇത്ര ഒരു കേസിൽ കൊടുക്കാൻ കഴിയുക ഒരു കോടതിക്ക്? അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പ്, മരണമൊഴി പോലെയല്ലേ ആത്മഹത്യാക്കുറിപ്പ് ഉള്ളത്. ആ ആത്മഹത്യാക്കുറിപ്പിനെ അവ്യക്തത എന്ന് പറഞ്ഞ് എന്തെങ്കിലും വിളിച്ചു പറയുക, ഇതിൽ സംശയമുണ്ടെന്ന് സംശയം പ്രകടിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് കേരളീയ പൊതുസമൂഹത്തിന്. അതിലൊന്നും അവർക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. സ്വാഭാവിക നീതിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് കാണേണ്ടത്. അത്രയ്ക്ക് സുവ്യക്തമായ തെളിവുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ആ തെളിവുകൾ അതിനുശേഷം വന്നിട്ടുള്ളത് 1000 പേജുള്ള എൻ.എം. വിജയന്റെ ഡയറി. ആ ഡയറി അതിൻ്റെ അകത്തെ വിവരങ്ങൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ, കേസ് ഡയറിയിൽ CD ആയിട്ട് സമർപ്പിച്ചിട്ടുണ്ടല്ലോ. അതടക്കമുള്ള വിവരങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഒന്നും മുൻകൂർ ജാമ്യം കിട്ടാനേ ഇടയില്ല എന്ന് തന്നെയാണ് മനസാക്ഷിയുള്ള ഏതൊരാളും കാണുന്നതും കരുതുന്നതും. M. ജയചന്ദ്രൻ, ഇവിടെ കഴിഞ്ഞ ദിവസം IC ബാലകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞൊരു കാര്യം, ഈ കത്ത് തന്നെ ആത്മഹത്യാക്കുറിപ്പ് തന്നെ ഭീഷണിപ്പെടുത്തലായിരുന്നു എന്ന തരത്തിലാണ്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ കാണണം, ഒരേ സംഭവത്തെ 2 തരത്തിൽ കാണുന്നത്. നവീൻ ബാബുവിൻ്റെ കേസിൽ PP ദിവ്യ എന്ന് പറയുന്ന CPM നേതാവ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മാധ്യമങ്ങൾ വേട്ടയാടിയത്, കോൺഗ്രസ് വേട്ടയാടിയത്, അവിടെ ഒരു വരി പോലും PP ദിവ്യക്കെതിരെ നവീൻ ബാബു പറഞ്ഞിട്ടില്ല, ഒരു ആത്മഹത്യാക്കുറിപ്പിലും പറഞ്ഞിട്ടില്ല. ഒരു സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം PP ദിവ്യ ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ എന്തൊരു ആക്രമണമായിരുന്നു നടത്തിയത്. ഇവിടെ IC ബാലകൃഷ്ണനെതിരെ പേരുണ്ട്, IC ബാലകൃഷ്ണൻ്റെ പേഴ്സണൽ സ്റ്റാഫ് പണം വാങ്ങിയതിന് തെളിവുണ്ട്, ഓഡിയോ തെളിവടക്കമുണ്ട്. എങ്ങനെയാണ് അത് തേച്ചു മായ്ച്ച് കളയുന്നത്? ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റമെന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ആരെങ്കിലും പറയുകയല്ലോ. ഇങ്ങനെ പേരുകൾ എഴുതി വെച്ചിട്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ്. ഞാൻ 2,10,00,000 രൂപ കടക്കാരനായി, ആ കടത്തിന് ഇടയാക്കിയത് ഇന്ന ആളുകളാണെന്ന് പറയുമ്പോൾ ഇവർക്ക് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നു, എങ്ങനെ ജാമ്യം കിട്ടും ഇവർക്ക്? ഇന്നലെ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ IC ബാലകൃഷ്ണൻ സഭയിൽ വന്നല്ലോ. എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാതിരുന്നത്? മാധ്യമങ്ങൾ ആ കാര്യം എന്തുകൊണ്ടാണ് പറയാതെ പോകുന്നത്? സ്വാഭാവികമായും മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന ഒരു കേസിൽ, ഒരു ഹർജിയിൽ അതിന്മേൽ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷമേ, തീർപ്പ് വന്നതിന് ശേഷമേ അത്തരം കാര്യങ്ങളിലേക്ക്, അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കൂ എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്തു പോരുന്ന ഒരു പ്രസിഡന്റ്. അങ്ങനെയാണ്. അത് തന്നെയാണ് PP ദിവ്യയുടെ കാര്യത്തിൽ ചെയ്തത്. അതിനു മുൻപ് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ ദിവ്യയുടെ കാര്യം വരുമ്പോൾ അത് CPM ആയതുകൊണ്ട് വല്ലാത്ത വ്യഗ്രതയായിരുന്നു മാധ്യമങ്ങൾക്ക്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല പോലീസ്? മുൻകൂർ ജാമ്യത്തെ പരിഗണിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത് പരസ്യമായി സഭയിൽ ഹാജരായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ലല്ലോ.
അതല്ലേ പിന്നെ ഈ എന്താണ് പോലീസിന്റെ നടപടി എങ്ങനെയാണ് പോകുന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവും കൂടി അതല്ലേ. അതൊരു വശം. മറിച്ച് പിന്നെ ഇവിടെ ഈ പറയുന്ന എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി വരുത്തി വെച്ചതിന്റെ പ്രകടമായ വിവരങ്ങളെല്ലാം കണക്ക് സഹിതം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. അത് സ്വാഭാവികമായും നമ്മളെക്കാൾ കൂടുതൽ വ്യക്തതയോടെ കോടതിയുടെ മുമ്പിലുണ്ട്. അത് കേസ് ഡയറിയുടെ രൂപത്തിലാണ് ഉള്ളതെന്ന് മാത്രം. ആ കേസ് ഡയറി 1000 പേജുള്ള കേസ് ഡയറിയിലെ എത്ര വർഷങ്ങളുടെ സുദീർഘമായ പണമിടപാടുകൾ, അതിന്റെ തെളിവുകൾ ആണ് കേസ് ഡയറിയിലുള്ളത്. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ പറയുന്ന നേതാക്കൾക്ക് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം കിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും അത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന വിധമാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര്? കോൺഗ്രസ് പാർട്ടിയല്ല. പ്രചാരണം നടത്തുന്ന മുഴുവൻ മാധ്യമങ്ങളാണല്ലോ. വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണത്തിൽ മുഴുവനും പിന്നെ ഈ കള്ളത്തരം അല്ലെങ്കിൽ വ്യാജത്വം, പിന്നെ രേഖ, ആത്മഹത്യാ കുറിപ്പ് പോലും സംശയാസ്പദം എന്ന നിലയിൽ പ്രതിക്ക് വേണ്ടി, ഇരകൾക്ക് വേണ്ടി വാദിക്കാതെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന തലത്തിലേക്ക് മാറുന്ന മാധ്യമ സംസ്കാരമാണല്ലോ ഈ IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെ കാര്യത്തിൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ കാണിച്ചു വെച്ചുകൊണ്ട് പോരുന്നത് ഇന്ന് വരെ അതാണല്ലോ. ഇനി ഇത് കഴിയുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തീരുമാനം എടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും അവരുടെ നിലപാടെന്നുള്ളത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാണാമല്ലോ നമുക്ക്. ശരി, ശ്രീ M. ജയചന്ദ്രൻ, ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇന്നലെ ഒരു പക്ഷേ IC ബാലകൃഷ്ണൻ അല്ല, ഒരു CPM നേതാവായിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് സർക്കാർ സംരക്ഷിക്കുന്നു, നിയമസഭ വരെ സംരക്ഷിക്കുന്നു, സ്പീക്കർ സംരക്ഷിക്കുന്ന തരത്തിൽ വാർത്തകൾ കെട്ടിച്ചമച്ചേനെ. അങ്ങനെയാണ് മാധ്യമങ്ങൾ പൊതുബോധ നിർമ്മിതി നടത്തുകയും ചെയ്യുന്നത്. അതിന് ഒത്താശ പാടുന്ന നിരവധി സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട്. CPMകാരാണെങ്കിൽ അത് അവർ ക്രൂശിക്കപ്പെടേണ്ടവരാണെന്നുള്ള ബോധവും ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. ഏതായാലും ഈ വിഷയം ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. ഇനി മറ്റൊരു വിഷയം. ഇന്ന് പാറശാല ഷാരോൺ രാജ് വധക്കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. പാറശാല ഷാരോൺ രാജ് വധക്കേസിലെ ശിക്ഷാവിധി തിങ്കളാഴ്ച. കരുതിക്കൂട്ടിയുള്ള കൊലപാതകത്തിന് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതേസമയം പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും വാദിച്ചു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഇന്നത്തെ ഈ വാദത്തിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയ ഒരു കാര്യം, ഒന്ന്, ഈ കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് ഗ്രീഷ്മ പറയുന്നതിനോടൊപ്പം പറഞ്ഞ ഒരു കാര്യം, തനിക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. MSc ബിരുദധാരിയായ, ഉന്നത ബിരുദധാരിയായ ഈ ഗ്രീഷ്മ നടത്തിയ കൊലപാതകം അന്ന് തന്നെ കേരളത്തെ ഞെട്ടിച്ചതാണ്. അതേ വാദങ്ങളെ ഖണ്ഡിക്കുന്ന രീതിയിലാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. വിദ്യാഭ്യാസത്തെ ദുരുപയോഗം ചെയ്ത വ്യക്തിയാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത്. ഗൂഗിൾ സെർച്ച് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും അതിൽ ഉപയോഗിക്കേണ്ട വിഷം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും നീണ്ട നാളത്തെ ആസൂത്രണം നടത്തുകയും ചെയ്ത ഒരു പ്രതി, ആ പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞ യാതൊന്നും തന്നെ നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തത്. വിദ്യാഭ്യാസം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ദുരുപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയായി മാറുകയാണ് ഒരുപക്ഷെ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ പെൺകുട്ടി. 24 വയസ്സുണ്ട് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക്. എന്തൊക്കെയായിരുന്നു ഇന്ന് ഗ്രീഷ്മ കോടതിയിൽ ജഡ്ജിക്ക് മുമ്പാകെ പറഞ്ഞത് അന്തിമവാദ സമയത്ത്? അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ നിരത്തിയ വാദമുഖങ്ങൾ എന്തൊക്കെയായിരുന്നു? സിജു, ഇക്കാര്യത്തിൽ പ്രതിഭാഗം വളരെ പ്രധാനമായും ഉന്നയിക്കുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രതിയുടെ പ്രായം പരിഗണിക്കണം എന്നുള്ളതാണ്. ഗ്രീഷ്മയെ ആദ്യം തന്നെ ചേംബറിൽ വെച്ച് ജഡ്ജി കേട്ടിരുന്നു. അതിൽ ഗ്രീഷ്മ തൻ്റെ പ്രായം സംബന്ധിച്ച കാര്യങ്ങൾ, തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ രേഖാമൂലം ഒരു അപേക്ഷയായി എഴുതി, ഒരു ഹർജിയായി എഴുതി ജഡ്ജിന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമുണ്ടായത്. പിന്നീട് ഒരു 11-16 കൂടിയാണ് ഈ കേസ് കോടതിയിൽ എടുത്തത്. അതിനുശേഷം പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞത് ഒരു ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന ഘട്ടത്തിലേക്ക് പ്രതി വന്നപ്പോൾ, ഈ പെൺകുട്ടി വന്നപ്പോഴാണ് ഒരു കൊലപാതകത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന ഒരു കാര്യമാണ്. അതായത് കൊലപാതകം നടത്തി എന്നത് കോടതിയിൽ വെച്ച് തന്നെ സമ്മതിക്കുന്ന അപൂർവമായ ഒരു കാര്യം കൂടി ഇന്നുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രതിയുടെ പ്രായം പരിഗണിച്ചുകൊണ്ട്, പ്രതിയുടെ വിദ്യാഭ്യാസം പരിഗണിച്ചുകൊണ്ട്, പ്രതിയുടെ ഭാവി പരിഗണിച്ചുകൊണ്ട് ഈ ശിക്ഷ പരമാവധി കുറയ്ക്കണം എന്ന ആവശ്യമാണ് പ്രതിഭാഗം കോടതിക്ക് മുമ്പാകെ വെച്ചത്. പക്ഷേ അതേ നാണയത്തിൽ തന്നെ പ്രോസിക്യൂഷൻ ഇതിന് മറുപടി നൽകി, അതിന് ഗണ്ണിച്ചു. അതായത് എന്ത് വിദ്യാഭ്യാസമാണ് എന്ന ചോദ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. വിദ്യാഭ്യാസം നേടി എന്നത് ശരിയാണ്, പക്ഷേ ആ വിദ്യാഭ്യാസവും അറിവും
ദുരൂഹമായി അല്ലെങ്കിൽ മറ്റ് ഗുരുതരമായ മറ്റ് കാര്യങ്ങൾക്ക്, അതായത് ഒരു യുവാവിനെ കൊലപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായാണ് ഇത് ദുരുപയോഗം ചെയ്തിട്ടുള്ളത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത്. ഒരു പ്രധാനപ്പെട്ട വാക്ക് പ്രോസിക്യൂഷൻ ഉപയോഗിച്ചത് രാക്ഷസീയമായ ഒരു നടപടി, രാക്ഷസീയമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പ്രതിക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു ഇത് ഈ കീടനാശിനി അടക്കം കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, എത്രത്തോളം വേദനയുണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നിട്ടും തന്നേക്കാൾ പ്രായമടക്കം പറയുമ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഒരു കാര്യം, ഗ്രീഷ്മയുടെ പ്രായത്തേക്കാൾ 1 വയസ്സ് മാത്രം കൂടുതലുള്ള ആളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ പ്രായം കൂടി പരിഗണിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്നുകൂടി പ്രോസിക്യൂഷൻ പറയുന്നു. പരമാവധി ശിക്ഷ, അതായത് ഇതിൽ കരുതിക്കൂട്ടിയുള്ള ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ആസൂത്രിതമായി വളരെ കാലം മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി പഠിച്ച്, നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൂഗിളിലടക്കം സെർച്ച് നടത്തി കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് എല്ലാ മേഖലകളും നോക്കിയതിന് ശേഷമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രായമോ വിദ്യാഭ്യാസമോ ഭാവിയോ ഒന്നും തന്നെ ഇതിൽ ഒരു വിഷയമായി വരേണ്ടതില്ല. പ്രതി പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്ന ഉറച്ച വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതേസമയം അത്തരമൊരു കൊലപാതകത്തിലേക്ക് തള്ളിവിടപ്പെട്ടതാണ് പ്രതി എന്ന വാദം പ്രതിഭാഗവും മുന്നോട്ട് വെച്ചു. ചില സ്വകാര്യ ദൃശ്യങ്ങളടക്കം പലയിടത്തും ഈ രണ്ടുപേരും പോവുകയും അവർ സ്വകാര്യമായി ചില ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അവ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഗ്രീഷ്മയ്ക്ക് മറ്റ് ഗത്യന്തരമില്ലാതെ ഒരു കൊലപാതകത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്ന ഒരു ന്യായമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനെ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽപ്പെട്ട ഡിവൈഎസ്പി രസിത്ത് അടക്കം അതിനെ ഗണ്ണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കൈരളി ന്യൂസിനോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അത്തരത്തിൽ യാതൊന്നും, അതായത് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള മോശപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇവർ രണ്ടുപേരുടെയും ഫോണുകളിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരം ദൃശ്യങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറയാനാവുക എന്ന ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നു. അത് കേവലം ഇതിൽ നിന്നും രക്ഷപ്പെടാൻ. ശരി കമലേഷ്, ഏതായാലും ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. കൊലപ്പെടുത്തിയത് ഒരു സ്നേഹത്തെയാണ് എന്നാണ് കോടതി തന്നെ, പ്രോസിക്യൂഷൻ തന്നെ പറയുകയും ചെയ്തത്. ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ AJ ജോൺസൺ പറഞ്ഞു. എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതിഭാഗത്തിന്റെ വാദം പ്രസക്തമല്ലെന്നും ജോൺസൺ പറഞ്ഞു. പറയുന്ന ആരോപണങ്ങൾക്കൊന്നും യാതൊരുവിധ അടിസ്ഥാനപരമായ കാരണങ്ങളുമില്ല, അതിനുള്ള തെളിവും അവരുടെ കയ്യിലില്ല. ആസൂത്രണത്തിൻ്റെ എല്ലാ നാൾ വഴികളിലുള്ള തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയതാണ്. പെട്ടെന്നുള്ള ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതിൻ്റെ എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് കോടതി പരിശോധിച്ചതിന് ശേഷമാണ് വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഭാഗത്തിൻ്റെ ഇപ്പോഴത്തുള്ള ഈ വാദത്തിന് ഒന്നും യാതൊരുവിധമായിട്ടുള്ള പ്രസക്തിയില്ല. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി. ഈവനിംഗ് ഡിബേറ്റിൽ അടുത്ത വിഷയം, RGKR മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ശിക്ഷാവിധിയും തിങ്കളാഴ്ചയാണ്. ഈവനിംഗ് ഡിബേറ്റിൽ അടുത്ത വിഷയം, കൊൽക്കത്ത RGKR മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ജൂനിയർ ഡോക്ടർ, അതിലെ പ്രതിയായ സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകും. കേസിൽ സിയാൽഡ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വലിയ തരത്തിൽ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ, രാജ്യമാകെ ചർച്ച ചെയ്ത മമതാ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ഒരു വിഷയമായിരുന്നു RGKR മെഡിക്കൽ കോളേജിലെ ഈ ബലാത്സംഗവും അതിനെ തുടർന്നുണ്ടായ കൊലപാതകവും. അന്നു മുതൽ തന്നെ കുടുംബം ആരോപിക്കുന്നത് ഈ കേസിൽ സഞ്ജയ് റോയ് മാത്രമല്ല പ്രതി, മറ്റു ചിലരും പ്രതികളായി ഉണ്ട് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ കൃത്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആരോപണം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില DNA പരിശോധനകളുടെ സാധ്യതകൾ, മറ്റ് 4 പേരുടെ സാധ്യതകൾ കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ CBI നടത്തിയ അന്വേഷണത്തിലും സഞ്ജയ് റോയ് മാത്രമാണ് പ്രതിയെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ മമതാ സർക്കാരും കേന്ദ്ര സർക്കാരും അടക്കം, അതോടൊപ്പം തന്നെ RGKR മെഡിക്കൽ കോളേജിൻ്റെ അധികൃതർ അടക്കം ഈ വിവരം പോലീസിൽ അറിയിക്കുന്നതിലടക്കം വരുത്തിയ അലംഭാവം, നിസ്സംഗതയെല്ലാം ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവരെല്ലാവരും ഒരേ സമയം തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ആ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഏതായാലും തിങ്കളാഴ്ച വിധി പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിയാൽഡ കോടതിയാണ് വിധി പറയുക. സഞ്ജയ് റോയ് മാത്രമാണ് പ്രതിയെന്നാണ് ഇപ്പോൾ CBIയുടെ കണ്ടെത്തൽ. അതിനെ സാധൂകരിക്കുന്ന പ്രോസിക്യൂഷനും അങ്ങനെ കോടതിയിൽ വ്യക്തമാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധി തിങ്കളാഴ്ച പറയുക. ഈ സഞ്ജയ് റോയ് തന്നെയാണ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി, ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. സ്വാതി, വലിയ തരത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കേസ് എന്നതിനുപരിയായി
രണ്ട് സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? മമതാ സർക്കാർ പുലർത്തിയ നിസ്സംഗത, ഒരുപക്ഷേ മമതാ സർക്കാരിൻ്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലേക്ക് പ്രക്ഷോഭങ്ങൾ രാജ്യമാകെ പടർന്ന ഒരു സാഹചര്യം, അതെല്ലാം നമുക്ക് മുന്നിൽ ഓർമ്മയിലുണ്ട്. എങ്ങനെയാണ് ഒരു വിഷയം വരുമ്പോൾ സംസ്ഥാന സർക്കാർ പരിഗണിക്കേണ്ടതെന്നുള്ള, കേരളത്തിലടക്കം നിരവധി വിഷയങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇടപെട്ട രീതിയെക്കുറിച്ച് കൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യജീവന് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് വില നൽകുന്നതെന്ന് കേരളവും പശ്ചിമ ബംഗാളും രണ്ട് തരത്തിലാണ് ഈ നിലപാടുകൾ കൈക്കൊള്ളുക. മമതാ സർക്കാർ എടുത്ത നിസ്സംഗ നിലപാട് തന്നെയാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. സ്വാതി ചേരുകയാണ്. സ്വാതി, ഈ കേസിൽ തിങ്കളാഴ്ച വിധി പറയുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയം ഈ സർക്കാരുകൾ പുലർത്തിയ മൗനം, നിസ്സംഗത, ഒപ്പം തന്നെ RG കർ മെഡിക്കൽ കോളേജിൻ്റെ അധികൃതർ, പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ അലംഭാവത്തെക്കുറിച്ച് കൂടിയാണ്. തീർച്ചയായും ടിവി സൂചിപ്പിച്ചപ്പോൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഈ അന്വേഷണത്തിൽ വലിയ പോരായ്മകൾ കുടുംബവും അതോടൊപ്പം തന്നെ ഈ ആശുപത്രി ജീവനക്കാരും മുന്നോട്ട് വെച്ചൊരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ പ്രധാന പ്രതിയായിട്ടുള്ള സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. സിയാൽദാ കോടതിയാണ്, കൊൽക്കത്തയിലെ സിയാൽദാ കോടതിയാണ് ഇന്ന് ഈ വിഷയത്തിൽ വാദം കേട്ടത്. അതോടൊപ്പം തന്നെ ഈ കുറ്റക്കാരനായിട്ടുള്ള, അതായത് ഈ പ്രതി സഞ്ജയ് റോയ് തന്റെ കുറ്റം നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. കോടതിയോട് താൻ നിരപരാധിയാണ് എന്ന് ആവർത്തിക്കുക തന്നെയായിരുന്നു. അതോടൊപ്പം ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ പ്രതി കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത്, ഇന്ന് ആ കുടുംബത്തിന്റെ പ്രതികരണം വന്നപ്പോൾ തന്നെ ഈ അന്വേഷണത്തിൽ ഒരു തൃപ്തികരമായ ഒരു നിലപാടൊന്നും കുടുംബത്തിന്റെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവർ പറയുന്നത് CBI ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള നല്ല രീതിയിൽ ഈ അന്വേഷണം കൊണ്ടുപോകുന്നതിന് വേണ്ടി CBIക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും, മമതാ സർക്കാർ വലിയ പ്രതിരോധത്തിലായ ഒരു കേസ് കൂടിയാണ്. മമതാ സർക്കാർ തുടക്കം മുതൽ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു പോരുന്നത്. അതിന് പിന്നാലെയാണ് കൊൽക്കത്ത പോലീസിൽ നിന്നും സുപ്രീം കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് ഇത് CBIക്ക് കൈമാറുന്നത്. എന്നാൽ CBIയും ഇതേ കാര്യത്തിൽ വലിയ നിസ്സംഗതയാണ് വെച്ച് പുലർത്തിയത്. അതോടൊപ്പം തന്നെ വലിയ തെളിവുകൾ ഈ മറ്റു പ്രതികൾ, അതായത് 6ഓളം പ്രതികൾ ഉണ്ട് എന്ന് തുടക്കത്തിൽ കണ്ടുപിടിക്കുകയും എന്നാൽ അവരെ ഒക്കെ തന്നെയും അവസാനം വിചാരണ നടത്തുന്നതിനിടയിൽ അവരെ ഒക്കെ തന്നെയും മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും പ്രധാന പ്രതി ഈ സഞ്ജയ് റോയ് ആണെന്നും സഞ്ജയ് റോയെ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഇയാളെ വിചാരണയ്ക്ക് ശേഷം ഇന്ന് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിൽ മറ്റു പ്രതികളുണ്ട്, അല്ലെങ്കിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായി തന്റെ മകൾ എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് പിതാവടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, അതോടൊപ്പം മറ്റ് അവിടുത്തെ ജീവനക്കാർ, കൊൽക്കത്തയിലെ മുൻ പോലീസ് ഓഫീസർ അടക്കം ഈ വിഷയത്തിൽ പ്രതികളാണ് എന്ന ആരോപണത്തിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. അവർക്കും കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുറെ മമതാ സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാട് പരിശോധിക്കുകയാണെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉള്ള നീക്കങ്ങളാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ സർക്കാരിനെ ഈ വിഷയത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള നിലപാടിലേക്കൊക്കെ തന്നെയും മമതാ സർക്കാർ പോകുന്ന കാഴ്ചയായിരുന്നു. മാത്രമല്ല ഈ സമരം നടത്തിയ ഡോക്ടർമാരോട് സ്വാതിയാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. RG കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും.